ഹായ് ഗായ്സ്, അങ്ങനെ എല്ലാവർക്കും ശുഭദിനം. അങ്ങനെ ഇന്നത്തെ പരിപാടി, കാലത്തെ എണീച്ചപ്പോൾ തന്നെ ഉമ്മ അളിയനൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്, മീൻ വാങ്ങി വരാൻ. അപ്പോൾ അളിയന് എന്ത് ടാസ്ക് കിട്ടിയാലും കൂടെ മറ്റേ ബോബരി മോളിലെ പട്ടീനെ പോലെ എന്നെയും കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് മീൻ കടയിലാണ്. അങ്ങനെ കുറേ മീനൊക്കെ നോക്കി അവസാനം ചെമ്മീനിലെത്തി. ഞങ്ങൾ ചെമ്മീൻ വാങ്ങി പോണ വഴിക്ക് ബേക്കറി കണ്ടപ്പോൾ എൻ്റെ കുഞ്ഞളിയന് ചോക്കി വേണം. അങ്ങനെ ചോക്കിയൊക്കെ വാങ്ങി, പിന്നെ വീട്ടിലേക്കും കുറച്ച് സാധനമൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മടക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോയിട്ട് എത്രയില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കണേ. അതൊക്കെ കഴിഞ്ഞ് മീനൊക്കെ കൊണ്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ, ചെമ്മീൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉമ്മ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കി. പിന്നെ ക്യാബേജ് തോരൻ, പിന്നെ വേറെന്തൊക്കെയോ സംഭവങ്ങൾ, എനിക്ക് എല്ലാത്തിൻ്റെ പേരറിയില്ല കേട്ടോ. പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, വേറെന്തൊക്കെയോ കറിയൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കണ്ടാൽ വായം പൊളിച്ചിരിക്കുന്ന എൻ്റെ ഒരേ ഒരു അളിയൻ. അങ്ങനെ കഴിക്കുന്നതിന് മുന്നേ ഞാൻ പോയി കുളിച്ചൊരുക്കി ഡ്രസ്സൊക്കെ മാറ്റി നല്ല സുന്ദര കൊട്ടപ്പനായിട്ട് വന്ന് ഇരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കുറച്ചൊരു എൻ്റെ സൗന്ദര്യം ഞാൻ തന്നെ ആസ്വദിച്ചു. അങ്ങനെ പ്ലേറ്റിലെ സാധനങ്ങളൊക്കെ ഇട്ടു, ഫുൾ സെറ്റ്, ഫുൾ യം. അങ്ങനെ ഈ പ്ലേറ്റിൽ കാണുന്ന ഫുഡൊക്കെ ഒറ്റയടിക്ക് അടിച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്ത കലാപരിപാടിയിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഉപ്പാൻ്റെ ഉമ്മാക്ക് ഞങ്ങളുടെ വ്ളോഗ് കാണിച്ചു കൊടുക്കുന്നത് എൻ്റെ പൊണ്ടാട്ടിനെ ഞാൻ കണ്ടത്. അവൾ പിന്നെ പണ്ട് ഇൻവെർട്ടർ ആണല്ലോ, കാണിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതും ഇതൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി. ഉള്ള വണ്ടികളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുക. അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഒരു 1.5 ടാസ്ക്കാണ്. അതുകൊണ്ടൊരു വലിയ പരിപാടി തന്നെയാണ് ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങളുടെ ഡെയിലി മെയിൻ്റനൻസ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ വ്ളോഗ് അതാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ തുടങ്ങി, ഓരോ വണ്ടികളായിട്ട് തുറന്ന് വൃത്തിയാക്കാൻ തുടങ്ങി. ഒന്നും പറയണ്ട. പിന്നെ ഞാൻ വ്ളോഗ് എടുക്കുക എന്നുള്ള പേരിൽ അടിയനെ കൊണ്ട് ഉള്ള പണി മൊത്തം മാക്സിമം ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മണ്ടന് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഫ്ലെക്സിങ് ഒന്നുമല്ല, എന്നാലും ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു കളക്ഷൻ. ഇങ്ങനെ ചെറുപ്പം തൊട്ടേ വണ്ടിപ്രാന്തന്മാരായതുകൊണ്ട് ഇങ്ങനെ വണ്ടിയൊക്കെ ഇങ്ങനെ മുറ്റത്ത് കിടക്കണ കാണുമ്പോൾ ഒരു മനസ്സുക. അതെ, ബോയ്സ് ക്യാൻ റിലേറ്റ്. അങ്ങനെ ഒരു വണ്ടി കഴിഞ്ഞിട്ട് ഏകദേശം അടുത്ത വണ്ടി കിടന്നപ്പോഴത്തേക്കും സാറ്റിസ്ഫൈങ് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ അളിയൻ പൊടി കളയുന്നതാണ് ഈ കാണുന്ന കാർപ്പറ്റിൻ്റെ. സാറ്റിസ്ഫൈങ് ആയിട്ടുണ്ടോ ഗൈസ്? നിങ്ങൾ പറയൂ. എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിയൊന്നുമില്ല, എന്നാലും ആ പൊടിയൊക്കെ പോകണ രസം ഉണ്ടായിരുന്നു. പിന്നെ അളിയനെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊന്ന് പൊലിപ്പിച്ചു കൊടുത്തു, കൊള്ളാന്നൊക്കെ പറഞ്ഞ്. എനിക്ക് കൂടുതലൊന്നും ഞാൻ പറയണില്ല. എനിക്ക് കുറച്ച് നേരം ബോയ്സ് എല്ലാവരും വണ്ടിയുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് വണ്ടിയുടെ എസ്തറ്റിക്കൊക്കെ കണ്ടിരിക്കും. അങ്ങനെ യെസ്, ഐ എം ബാക്ക്. അടുത്തതായി നമ്മൾ കാണുന്നത് നമ്മുടെ ബുള്ളിക്കുട്ടൻ്റെ എസ്തെറ്റിക്സ് ആണ്. സാധനം ഒരു 9 വർഷമൊക്കെ എങ്കിലും കണ്ടാൽ പറയുമോ, പുല്ലിയായിട്ടല്ലേ ഇരിക്കണേ. സൗണ്ടൊക്കെ കേട്ട് നോക്ക് നമ്മുടെ കുട്ടൻ്റെ. ഞാൻ സ്റ്റാർട്ടാക്കി ചൂടാക്കി വെച്ച ബുള്ളറ്റുമായിട്ട് അളിയൻ കാർ ഷാമ്പു മേടിക്കാൻ പോയി. വാക്യൂമിന് ശേഷം വണ്ടി കഴുകണം, അതാണല്ലോ, അതെ, ഒന്ന് പതപ്പിക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അങ്ങനെ ഞങ്ങൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കും. ചന്നം പിന്നെ വെള്ളം അടിച്ച് വണ്ടികൾ കഴുകാൻ തുടങ്ങി.
കാണുമ്പോൾ പെട്ടെന്ന് തീർന്ന പോലെയൊക്കെ തോന്നും ടൈം ലാപ്സ് ആയതുകൊണ്ട്. പക്ഷെ 1.5 പണിയായിരുന്നു ഗൈസ്. അതെ, ഏകദേശം ഒരു 2.5 മണിക്കൂർ ഇതിന് തന്നെ പോയിട്ടുണ്ട്. അതെ, പിന്നെ വെള്ളത്തിൽ കളിക്കൽ പണ്ടേ എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് അതെ, വെള്ളം കളി ആണല്ലോ നമ്മുടെ മെയിൻ. അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലേക്ക് കളിച്ച് പൈപ്പൊക്കെ ആസ്വദിച്ച് വണ്ടിയൊക്കെ കഴുകി അങ്ങനെ അങ്ങോട്ട് കുറച്ച് ടൈം അങ്ങോട്ട് കളഞ്ഞു. അങ്ങനെ അടുത്തതായി ഞാൻ വീണ്ടും വ്ലോഗ് എടുക്കാമെന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ എൻ്റെ അളിയനെ പറ്റിച്ചു ഗൈസ്. അങ്ങനെ അവൻ മരിച്ച് പണിയെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ചെക്കൻ പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്തോളും. അതെ, അപ്പൊ അങ്ങനെ ഇന്നത്തെ അതെ, ഇന്നിനിപ്പോ കൂടുതൽ വ്ളോഗാനൊന്നും വയ്യ. അതെ, ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് വയറൊക്കെ സെറ്റാക്കി ഇനി ഒരു കുളിയും കൂടി പാസ്സാക്കിയിട്ട് അങ്ങ് കിടക്കണം. ഒരു മനസ്സുഖം. അതെ, പ്രത്യേകിച്ച് ഒന്നുമില്ല, വലിയ കണ്ടന്റ് ഒന്നും ഇല്ല. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചുമ്മാ ഇങ്ങനെ കാണിക്കണമെന്നുള്ളൂ. പിന്നെ എല്ലാവരും മെമ്മറീസ് ആണല്ലോ, ഇവിടെ ഇങ്ങനെ കിടന്നോളൂല്ലോ യൂട്യൂബില്. അപ്പൊ അതൊക്കെ കൊണ്ട് അങ്ങനെ ഇട്ടേക്കണം. അതെ, പിന്നെ ഈ വണ്ടിയൊക്കെ കഴുകി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കൊണ്ടുനടക്കാന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയാ. ചിലരൊക്കെ ചില വിചാരമാണ് ഞങ്ങളൊക്കെ വേറെ മോഴകളാണ്. സമ്മിക്കണം പറ്റില്ല. അതെ, അതൊക്കെ എത്ര 1/4 മണിക്കൂറൊക്കെ എടുത്തിട്ട് 1/4 മണിക്കൂർ മിനിമം. അതെ, അപ്പൊ പിന്നെ അത്രയൊക്കെ ഉള്ളു. അതെ, അപ്പൊ ഇത്ര ഉള്ളു ഇന്നത്തെ വ്ളോഗ്. അപ്പൊ ബൈ.